എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രയാസം വന്നാൽ ഇസ്സത്തോടുകൂടെയാണ് നിങ്ങൾ കാര്യങ്ങൾ നേരിടേണ്ടത്. നിങ്ങൾ ആരും നിങ്ങളുടെ അഭിമാനം പണയം വെച്ച് ഒരാളുടെ മുമ്പിലും നിന്ദ്യത കാണിച്ചു കൊടുക്കരുതേ. പൈസ ഇല്ല എന്നുള്ള കുഴപ്പമില്ലേ നിങ്ങളുടെ കയ്യിലുള്ളൂ, കാശില്ല എന്നൊരു ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈമാനുണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാം, നിങ്ങൾ അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളല്ലയോ. അങ്ങനത്തെ ഒരാളിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു ഏതോ പച്ചപ്പാവമാണ് എന്ന രീതിയിലൊന്നും നിൽക്കേണ്ടതില്ല. ഇസ്സത്തോടെ നിങ്ങൾ ചോദിക്കണേ. നിങ്ങൾ അഭിമാനത്തോടുകൂടെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ചെല്ലേണ്ടത്. ഒരാളോട് ഒരു ഓഫീസിൽ ചെല്ലുന്നു, ഒരാളെ കാണുന്നു, ഒരാളോട് സംസാരിക്കുന്നു, നിങ്ങൾ ന്യായമായ കാര്യമല്ലേ ചോദിക്കുന്നത്, നിങ്ങളുടെ ഹക്കല്ലേ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സഹായമല്ലേ ചോദിക്കുന്നത്. അത് ഇസ്സത്തോടെ ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളങ്ങ് ആകെ കുഴഞ്ഞ് കുനിഞ്ഞ് ഇല്ലാണ്ടായി നിങ്ങളുടെ അഭിമാനം പണയം വെക്കരുത്. പുണ്യനബി പറയാ, റിസ്ഖൊക്കെ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യരെടുത്ത് നിന്ന് നിങ്ങൾക്ക് റിസ്ക് കിട്ടണോ, അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ സബബിൽ കിട്ടിയിരിക്കും. ഇല്ലേ, കിട്ടൂല എങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇല്ലാണ്ടാവുന്ന, എന്തിനാ നിങ്ങൾ ഇസ്സത്ത് പണയപ്പെടുത്തുന്നത്? അതുകൊണ്ട് അസീസായിട്ട് അഭിമാനിയായിട്ട് ജീവിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളെ വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട് സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ ഫുർഖാനിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടിമകൾ ആരെന്നറിയണോ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്? വഇബാദുർ റഹ്മാൻ. കാരുണ്യവാനായ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ ആരെന്നറിയുമോ? അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞ വിശേഷണം അവരുടെ നടത്തത്തെ കുറിച്ചാണ്. സുബ്ഹാനല്ലാഹ്. നിസ്കാരവും നോമ്പും അവരുടെ അച്ചടക്കവും ജീവിതത്തിലെ ഇബാദത്തൊക്കെ പറയാൻ പോവാൻ, അള്ളാഹ് ആദ്യം തുടങ്ങിയത് അവരുടെ നടത്തത്തെ കുറിച്ചാണ്. വഇബാദുർ റഹ്മാൻ. കാരുണ്യവാനായ അല്ലാഹുവിന്റെ അടിമകൾ ആരെന്നറിയുമോ? അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിന്റെ ഭൂമിയിൽ വിനയത്തോടെ, എന്നാൽ അഭിമാനത്തോടെ, അഹങ്കാരത്തോടെയല്ല, വിനയത്തോടെ താഴ്മയോടെ നടക്കുന്നവരാണ്. അഹങ്കാരം കാണിക്കുന്നവരല്ല. താഴ്മ എന്ന് പറയുമ്പോഴേക്കും കഴുത്ത് കുഴയേണ്ട ആവശ്യമില്ല. അതാണ് ഉമർ തങ്ങൾ പഠിപ്പിച്ചത്. താഴ്മ കാണിക്കാൻ ഇങ്ങനെ കുഴഞ്ഞു നടക്കരുത്, തല ഉയർത്തിയിട്ട് നടക്കണം, ഇസ്സത്തോടുകൂടെ നടക്കണം. അഹങ്കാരം പാടില്ലതാനും. ആരാണ് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടവരെന്നറിയുമോ? അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിന്റെ ഭൂമിയിൽ ഭവ്യതയോടുകൂടെ സൗമ്യരായി നടക്കുന്നവരാണ്. അവർ അഹങ്കാരികളല്ല. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരമില്ലാത്ത ആളുകൾ അവരോട് എന്തെങ്കിലും കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ സലാമാ, നിങ്ങളോട് വർത്തമാനം പറയാൻ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുന്നവരാണ്. വിവരമില്ലാത്തവർക്ക് മറുപടി കൊടുക്കാൻ നിൽക്കൂല. ഇത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവരുടെ. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണിത്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരമില്ലാത്തവർ പലതും എഴുതിവിടും, പലതും ചെയ്യും. അതിനൊന്നും മറുപടി കൊടുക്കാനും നിൽക്കണ്ട, അത് കണ്ട് ടെൻഷൻ അടിക്കാനും നിൽക്കണ്ട. ഖാലൂ സലാമാ, പോട്ടെ പോട്ടെ എന്ന്. ഖാലൂ സലാമാ, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് എന്ന് പറയുന്ന പോലെ അവർ മാന്യരായി കടന്നു പോകുന്നവരാണ്. അള്ളാന്റെ അടിമകളുടെ വിശദീകരണം സൂറത്തുൽ ഫുർഖാന്റെ അവസാനം വരെ അതിലാ പറയുന്നത്. ഇങ്ങനെ ദുആ ഇരക്കുന്നവരാ. രണ്ട് ദുആനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇബാദുർ റഹ്മാൻ, അവര് ശിർക്ക് ചെയ്യാത്തവരാണ്, വ്യഭിചരിക്കാത്തവരാണ്, ദാനം ചെയ്യുന്നവരാണ്. യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. ഇരുന്നു കൊണ്ടും സുജൂദിലും റുക്ഉയിലുമായിട്ട് റബ്ബിന് രാത്രി സമയം ചെലവഴിക്കുന്നവരാണ്. അങ്ങനെ പറഞ്ഞു തുടങ്ങാൻ. അതിന്റെ ആരംഭം വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഇമാം സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി ധൃതി പിടിച്ച് നടക്കുന്ന നടത്തം അത് വേണ്ടെന്നാണ് ഈ ആയത്ത് പറയുന്നത്. ധൃതി പിടിച്ച് നടക്കരുത്, സൗമ്യമായ മാന്യമായൊരു നടത്തം. വെറുതെ തിരക്ക് പിടിച്ച് എപ്പോഴും തിരക്ക് പിടിച്ച് നടക്കുക ചില ആളുകളുടെ സ്വഭാവം അങ്ങനെ. അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റൂല.
അങ്ങനെയുള്ളവർ ഇവിടെ ഇരുന്നിട്ടുണ്ടാവില്ല, സീറ്റ് കിട്ടിയാൽ ഇരിക്കൂല, എനിക്ക് ഇരിക്കാൻ പറ്റൂല. ചിലർക്ക് അങ്ങനെ അവർ ഇരുത്തുറക്കും, അവർക്ക് എണീറ്റ് നടന്നേ പറ്റൂ. ഇനി ബസ്സിൽ സീറ്റ് കിട്ടിയാലും നടക്കും ബസ്സിന്റെ ഉള്ളിൽ. എന്തേ? അവർക്ക് ഇരിക്കാൻ പറ്റൂല. ഒരു തരം അസമാധാനം അവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഇവിടെ ഉറച്ചിരിക്കുക. ചിലർ പറയില്ല, അങ്ങനെ പല ഉദാഹരണം പറയാം, അതിനെ പോലെ ഇതിനെ പോലെ എന്നൊക്കെ. ഇസ്രാഅ് പാടില്ല. നേരെ മറിച്ച് ദീനിന്റെ ഒരു വിഷയത്തിന് വേണ്ടിയാണ് നിങ്ങൾ ധൃതി പിടിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഒരു മനുഷ്യൻ കുളത്തിൽ വീണിട്ടുണ്ട്, കിണറ്റിൽ വീണിട്ടുണ്ട്, അപകടത്തിലാണെന്നറിഞ്ഞ് ധൃതി പിടിച്ചോടണം. അവിടെ നടക്കല്ല വേണ്ടത്, ഓടണം. നിങ്ങൾ ഫർള് നിസ്കരിക്കാൻ, ഇപ്പുറത്തൊരു കുളമുണ്ട്, ഒരു കുട്ടി വെള്ളത്തിൽ വീണിട്ടുണ്ട്, അവൻ രക്ഷപ്പെടാൻ കഴിയില്ല, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഫർള് നിസ്കാരം മുറിച്ചിട്ട് ഓടണം ആ കുട്ടിനെ രക്ഷപ്പെടുത്താൻ. പിന്നെ നിസ്കരിച്ചാൽ മതി. അങ്ങനെ മുറിക്കേണ്ട നേരങ്ങളുണ്ട്. ഒരു അപകടം സംഭവിക്കുന്നു, വീട്ടിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, ഒരു പാമ്പ് ഇങ്ങനെ ഉള്ളിൽ കൂടെ കയറി വരുന്നുണ്ട്, ഡോറിനുള്ളിൽ കൂടെ. നിസ്കാരത്തിലല്ലേ നിൽക്കേണ്ട ആവശ്യമില്ല, മുറിച്ചിട്ട് ആ പാമ്പിനെ കൊണ്ടുപോയിട്ടിട്ട് എന്ത് ചെയ്യാ, വീട് സുരക്ഷിതമാക്കണം, എന്നിട്ട് നിസ്കരിച്ചാൽ മതി. നിസ്കാരം മുറിച്ചിട്ട് ഓടണം. എന്തേ? മനുഷ്യന്റെ ജീവന് ഭയങ്കര വിലയാ ഇസ്ലാം കൊടുക്കുന്നത്, ഭയങ്കര വില. ഒരു കുട്ടി നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പുറത്തെ കുട്ടീന്റെ തൊണ്ടയിലെന്തോ കുടുങ്ങിയിട്ടുണ്ട്, ആ കുട്ടി ചോക്കായി പോവാൻ, കുട്ടീനെ രക്ഷപ്പെടുത്തണം. നിസ്കാരം മുറിച്ചിട്ട് കുട്ടീനെ രക്ഷപ്പെടുത്തണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവിടെ ഓടണം എന്നാ പറയാ. അല്ലാതെ വെറുതെ നടക്കുന്ന നടത്തം, അനാവശ്യമായിട്ട് സ്പീഡിൽ നടക്കരുത്. നബിതങ്ങളുടെ നടത്തെക്കുറിച്ച് ഇന്ന് ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. നബിതങ്ങളുടെ നടത്തം ഒരു പ്രത്യേക നടത്തമാണ്. നബിതങ്ങൾ ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ തങ്ങൾ നടന്നിരുന്നു എന്ന് വിശുദ്ധ ഹദീസിലുണ്ട്. ആ നടത്തം ശരിക്കും ഭൂമിയിൽ കാല് വെച്ച് ഉത്തമ ബോധ്യത്തോടെ ഒരു ലക്ഷ്യത്തിലേക്ക് നടക്കുന്ന പോലെയുള്ള വളരെ മനോഹരമായൊരു നടത്തമായിരുന്നു ഹബീബിന്റെ നടത്തം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നടക്കുന്നിടത്ത് പരിശുദ്ധ ഇസ്ലാം പറയുന്നു, നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കണം. നമ്മൾ അങ്ങാടിയിലൂടെ നടക്കുന്നുണ്ട്, ഷോപ്പിംഗ് മാളിൽ കയറുന്നുണ്ട്, വാഹനത്തിൽ, എയർപോർട്ടിൽ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡില്, ടൗണില്, കോളേജില്, എല്ലായിടത്തും നമ്മൾ നടക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ താഴ്ഭാഗത്തേക്ക്, ഭൂമിയിലേക്ക് നോക്കിയിട്ട് നടക്കണമേ. കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ന്യൂനതയാണത്രേ വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ നോക്കി നടക്കുന്നത് ഒരു മനുഷ്യന്റെ ന്യൂനതയാണ്. അത് മോശമാണ്. ഇങ്ങനെ നടക്കണേ അവനവന്റെ കാര്യം. നമ്മളെപ്പോഴും വേറെയുള്ള കാര്യം നോക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ? നമ്മളെ കാര്യം എന്തായാലും കുഴപ്പമില്ല, വേറെല്ലോന്റെ കാര്യത്തിൽ എന്താ, അവന്റെ വീട്ടിൽ എന്താ, ഇവരെന്താ പരിപാടി, ഇത് നോക്കലാ നമ്മുടെ പ്രധാനപ്പെട്ട ഹോബി. ചില ആളുകളുടെ ഒരിക്കലും പാടില്ല എന്നാ. നിസ്കാരം കഴിഞ്ഞാലേ നമ്മുടെ നാട്ടിലിപ്പോ അറിയില്ല, പുറത്ത് ഗൾഫിലോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ജുമ കഴിഞ്ഞാൽ അവിടെ എത്ര മലയാളി ഉണ്ട് എന്നറിയാൻ ബാക്കിൽ പോയി എന്നാ പെട്ടെന്ന് മനസ്സിലാവും. ഇമാമ സലാം വിട്ടുണ്ടാവും, ഇങ്ങനെ നോക്കണം, ഇങ്ങനെ ഒരു ടേബിൾ ഫാൻ്റെ ഒരു പരിപാടി ഇങ്ങനെ നോക്കും. അല്ലിപ്പോ ഇമാമിനെ നോക്കി പേടിപ്പിക്കുന്നുണ്ടാവും, അടുത്തുള്ളവനെ നോക്കി പേടിപ്പിക്കും, പോണോന്, നിൽക്കണോന്, നിസ്കരിക്കണോന്, ഇങ്ങനെ നോക്കുക. അവിടെ താഴേക്ക് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കിയുള്ള തസ്ബീഹും സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയിരുന്ന പോലെ നമ്മളെ നാട്ടുകാരുണ്ടോന്ന് മനസ്സിലാവും. ഈ നോട്ടാണ്, ഇങ്ങനെ നോക്കും. അത് നിർത്തണം നമ്മള്. അത് മോശമാണ്, ഒരു മനുഷ്യന്റെ ഐബാണെന്ന്. അതൊരു മോശപ്പെട്ട പരിപാടിയാണ്. നമുക്ക് ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ടാവില്ല. അതൊരു മോശമാണ്. മുമ്പോട്ട് നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. നടക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ നോക്കി നടക്കരുത്. അവനവന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുക. ആ നോക്കുന്ന നോട്ടത്തിൽ നമുക്ക് കാണാൻ പാടില്ലാത്ത ഹറാമുകളിലേക്ക് കണ്ണുകൾ ചെന്നു പതിക്കുന്നുണ്ട്, ഇല്ലേ? അരുതാത്തത് കണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നോക്കി, ഭൂമിയിലേക്ക് നോക്കി അച്ചടക്കത്തോടെ നടക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിയുടെ കാലത്തൊരു സ്വഹാബി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്ന് തല ഒരു മതിലിൽ കൊണ്ടുപോയി അടിച്ചിട്ടുണ്ട്. അത് ചോര വന്നു. അത് പിന്നെ വേറൊരു വിഷയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കാമുകി ഇങ്ങനെ കടന്നുപോയി. പണ്ട് ലവായിരുന്നു, സ്നേഹമായിരുന്നു. അങ്ങനെ ഇയാൾ ഇസ്ലാം സ്വീകരിച്ചു. ഇങ്ങനെ പെണ്ണിങ്ങനെ പോകുമ്പോ ഇങ്ങനെ നോക്കിയതാണ്. നോക്കി 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 ഓള് പോയി. രണ്ടാളും മിണ്ടിയിട്ടും സലാം പറഞ്ഞിട്ടൊന്നുമില്ലേ. ഇങ്ങനെ പോയി 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 അവൾ അങ്ങോട്ട് പോകുന്നു, ഇയാൾ ഇങ്ങോട്ട് പോകുന്നു. പോയി ഒരു മതിലിന്റെ അടുത്ത് പോയിട്ട് തലങ്ങും കൂട്ടി. നെറ്റിയിലൊരു വലിയ മുറിവായി. ആ ചോരയും കൊണ്ട് മുറിയും കൊണ്ട് നബി തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ചോദിച്ചു, എന്തേ നെറ്റിക്ക് പറ്റിയെന്ന്? പൊന്നാര നബിയെ, ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഇതാണ് സംഭവം. തങ്ങൾ പറഞ്ഞു, ആ നോക്കിയില്ലേ,
അതിന് അള്ളാഹു ദുന്യാവിൽ വെച്ച് തന്ന ശിക്ഷയാണത്. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെയാണ്. ശിക്ഷ ഇവിടെ കൊടുക്കും, നാളെ അവിടുത്തെ ശിക്ഷ ഭയങ്കര ശിക്ഷയായിരിക്കും. അതിനു പകരം ഇവിടെ ചെറിയ ഡോസിൽ ഇവിടെ കൊടുക്കുകയാണ്. ഉജ്ജലൽ ഉഖൂബ, ശിക്ഷ ഇവിടെ അള്ളാഹു നേരത്തെ നൽകിയതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ വന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കി നടക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കാരത്തോടുകൂടെ നടക്കുന്ന നടത്തം ഒരാൾക്കും ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ലാത്തത്. അഹങ്കാരത്തിൽ നടത്തും. നമ്മൾ ചിലപ്പോൾ ചില ഈ ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴേ ചിലപ്പോൾ ഇങ്ങനെ ബാൽമേൻ പാരീസിന്റെ പിന്നെ ഷർട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ചിലർ നടക്കാത്ത ടീഷർട്ടൊക്കെ ഇട്ടിട്ടേ അത്യാവശ്യം വിലയുള്ള സാധനമല്ലേ, അതൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഇത് നാലാൾക്ക് അറിയാതിരുന്ന ആളുകൾ കാണാതിരുന്ന വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഇവരൽപ്പൊക്കെ ഒരു ഷാറിലൊക്കെ നടക്കും. നല്ല വാഹനമാണെങ്കിൽ അത്യാവശ്യം മുന്തിയ വാഹനമാണ്, വിലപിടിപ്പുള്ള വാഹനമാണ്, അതിൽ കയറിയിരിക്കുമ്പോൾ ഒരു അഹങ്കാരം വരുന്നതാണ്. ഈ കുതിരക്ക് ഖൈൽ എന്ന് അറബിയിൽ പറയും. എന്തുകൊണ്ടാ പറയാൻ കാരണം എന്നറിയോ? ഖൈലെന്നും ഖുയല എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാ. ഖുയല നബിതങ്ങൾക്ക് ഇഷ്ടമല്ല, അള്ളാഹുവിന് ഇഷ്ടമല്ല. ഖൈലിന്മേ കയറിയാൽ തോന്നുന്ന വികാരത്തിനാണ് ഖുയല എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ ഒരു കുതിരപ്പുറത്ത്, അന്ന് ഒട്ടകം, കഴുത, കോവർ കഴുത, ഇതൊക്കെയാണ് സഞ്ചരിക്കുന്ന വാഹനങ്ങള്. ഓക്കെ, അപ്പോ നല്ല മുന്തിയൊരു വാഹനമാണ് കുതിര. കുതിരപ്പുറത്ത് കയറുമ്പോ ഖൈലിൽ കയറിയാൽ ഖുയല എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാ. അത് വരുന്നത് കൊണ്ടാണ് കുതിരക്ക് ഖൈല് എന്ന് പേര് തന്നെ വരാൻ കാരണം. കാരണം ഒരു തോന്നും ഞാൻ ഇപ്പൊ തരക്കേടില്ലല്ലോ. അങ്ങനെയാണ്. ഇവര് മാരുതി 800 പോണതും ഒരു ഡിഫൻഡറിൽ പോണതും ഒരുപോലെയാണോ? ആണോ ചെറുപ്പക്കാരെ? അല്ലല്ലോ. ഒരൽപ്പം അഹങ്കാരമൊക്കെ തോന്നൂലേ? തോന്നാൻ പാടില്ല എന്നാ. നിങ്ങളിപ്പോ ഒരു സ്വിഫ്റ്റിൽ പോകുന്നു, ഒരു ബെൻസിന്റെ പുതിയ വണ്ടി പോകുന്നു, രണ്ടും ഒരുപോലെ ആയിരിക്കുമോ? ഒരുപോലെ ആവണമെന്നാണ്. ഒരിക്കലും അഹങ്കാരം. അല്ലാഹുവേ നല്ല വണ്ടി നീ തന്നോയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്, നിനക്ക് ശുക്ർ പഠിച്ചോനെ. പക്ഷെ അത് മനുഷ്യന്മാരുടെ നെഞ്ചത്തേക്ക് കയറ്റാനുള്ളതല്ല, നമ്മൾ അഹങ്കരിക്കാനുമുള്ളതല്ല അത്. അങ്ങനെയാണെങ്കിൽ അതിന് ശുക്ർ ചെയ്ത് അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കാൻ പറ്റൂ. ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വാഹനം മേടിച്ചിട്ട് നമുക്ക് അഹങ്കാരം തോന്നുകയാണ്, തരക്കേടില്ലല്ലോ എന്ന് തോന്നുക, അടുത്ത വണ്ടിക്കാരനൊക്കെ ഒന്ന് ഓണടിച്ച് പായിപ്പിക്കാൻ തോന്നുകയാണ്, അത് വേണ്ട, അത് അഹങ്കാരമാണ്. അത്